എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വില്വമംഗലത്തിൻ്റെ ശ്രീകൃഷ്ണ കർണാമൃതത്തിലെ ശ്ലോകങ്ങളാണ് നോക്കുന്നത്. 23, 24, 25 നോക്കാം. ചെറിയ ചെറിയ ശ്ലോകങ്ങളാണ്, അതുകൊണ്ട് 3 ശ്ലോകങ്ങൾ നോക്കാം എന്ന് വിചാരിച്ചു. ഞാൻ കുറച്ച് ദിവസം മുമ്പ് പൂന്താനത്തിൻ്റെ ആമുഖം, പൂന്താനം എഴുതിയ ശ്രീകൃഷ്ണ കർണാമൃതത്തിൻ്റെ ആമുഖം പറഞ്ഞു വില്വമംഗലം പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് രാസക്രീഡ, അങ്ങനെയുള്ള രാസക്രീഡ ആ ഭാഗങ്ങൾക്കാണ്. ശൃംഗാരത്തിനാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. പൂന്താനത്തിൻ്റേത് വ്യത്യാസമുണ്ട്. പൂന്താനം എഴുതിയിരിക്കുന്നത് ഭഗവാന്റെ അവതാരം മുതലുള്ള അങ്ങോട്ടുള്ള കഥകളാണ് ശ്ലോകങ്ങളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പൂന്താനത്തിൻ്റെ ശ്രീകൃഷ്ണ കർണാമൃതം പറയുമ്പോൾ നമുക്ക് കുറച്ച് കഥയും കൂടി പറയാനുള്ള ഒരു ഇത് കിട്ടും, ഒരു വിഷയം കിട്ടും. ഇതിൽ പക്ഷേ കഥ പറയാനുള്ള വിഷയങ്ങളൊന്നുമില്ല. ഭഗവാനെ അങ്ങനെ അടിമുടി വർണ്ണിക്കുകയാണ് വില്വമംഗലം ചെയ്യണത്. ഭഗവാന്റെ പുഞ്ചിരി, ഓടക്കുഴൽ വിളി, മുഖം, ഭഗവാന്റെ കളികൾ, അങ്ങനെയുള്ള കാര്യങ്ങളെ അങ്ങനെ ഗംഭീരമായിട്ട് വർണ്ണിക്കുകയാണ് വില്വമംഗലം ചെയ്യണത്. അതിന് തമ്മിൽ ഇതാണ് ഒരു വ്യത്യാസമുള്ളത്. രണ്ടു പേർക്കും ഭക്തി അങ്ങേയറ്റാണ്. ഭഗവാൻ പ്രത്യക്ഷമായ ആളുകളാണ് രണ്ടുപേരും. അതുകൊണ്ട് ആ സംസ്കൃതം ശ്ലോകത്തിൻ്റെ ഗാംഭീര്യം മുഴുവനും ഈ വില്വമംഗലത്തിൻ്റെ ശ്ലോകങ്ങളിലുണ്ട്. പൂന്താനത്തിൻ്റേത് ഭക്തിയുണ്ട്, പൂന്താനത്തിൻ്റേത് എളിമയോടുകൂടി താഴ്മയോടുകൂടി ഭഗവാനെ അങ്ങനെ ഭഗവാന്റെ കഥകളങ്ങനെ പറയുകയാണ് പൂന്താനം ചെയ്യണത്. രണ്ടു പേർക്കും രണ്ട് തരത്തിലുള്ള ഭക്തിയാണ്, രണ്ടു പേർക്കും ഭഗവാൻ പ്രത്യക്ഷനായതാണ് താനും. അപ്പോൾ ഇന്ന് നമുക്ക് 23-ാമത്തെ ശ്ലോകത്തിൻ്റെ ആ സാരസ്യം ഒന്ന് നോക്കാം. ചെവികളിൽ കൂടി നിറഞ്ഞ് അമൃത് നിറഞ്ഞൊഴുകുന്നത് പോലെയുള്ള സംഗീതശാസ്ത്ര പ്രസിദ്ധങ്ങളായ ആരോഹണ അവരോഹണങ്ങളോടുകൂടി ഉതിർക്കുന്ന പല വിധത്തിലുള്ള നാദത്തോടുകൂടി എല്ലാ ദിക്കുകളെയും മുഴക്കിക്കൊണ്ട് ദിങ്മണ്ഡലത്തെ മുഴക്കുന്നു എന്നാണ് പറയണത്. ദിങ്മണ്ഡലത്തെ മുഴുവനും മുഴക്കുന്ന മധുര സ്വരൂപന്മാരിൽ വച്ച് ഏറ്റവും മധുരതരമായ രൂപത്തോടു കൂടിയവനും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വില്വമംഗലം സ്വാമിയാരുടെ ശ്ലോകങ്ങളാണ് നോക്കുന്നത്. 23 മുതലുള്ള ശ്ലോകങ്ങൾ നോക്കാം. വില്വമംഗലം ഞാൻ മുമ്പ് പറഞ്ഞു, വില്വമംഗലത്തിൻ്റേത് രാസക്രീഡയ്ക്കാണ് വില്വമംഗലം പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഭഗവാനെ അടിമുടി ഇങ്ങനെ വർണ്ണിക്കുക മാത്രമാണ് വില്വമംഗലം ചെയ്തിട്ടുള്ളത്. പൂന്താനത്തിൻ്റേത് വ്യത്യാസമുണ്ട്. പൂന്താനം ഭഗവാന്റെ ഭൂമിയിലുള്ള അവതാരം മുതൽ ഉള്ള കഥകളാണ്, സ്വർഗാരോഹണം വരെയുള്ള കഥകളാണ്. സ്വർഗാരോഹണം ഇല്ല, സന്താനഗോപാലം വരെയുള്ളതാണെന്ന് തോന്നുന്നു, നോക്കണം. അത്രയും കഥകളാണ് ഈ പൂന്താനത്തിൻ്റെ ശ്രീകൃഷ്ണ കർണാമൃതത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് വ്യത്യാസമുണ്ട്. ഇത് കണ്ണനെ അങ്ങനെ വർണ്ണിക്കുക, കണ്ണൻ്റെ ഓടക്കുഴൽ വിളി വർണ്ണിക്കുക, കണ്ണൻ്റെ സൗന്ദര്യം വർണ്ണിക്കുക, അതാണ് വില്വമംഗലം ചെയ്തിരിക്കുന്നത്. രണ്ടും ഭക്തി, അതീവ ഭക്തിയോടെയാണ് ചെയ്തിട്ടുള്ളത് രണ്ടുപേരും. രണ്ടുപേർക്കും കൃഷ്ണൻ പ്രത്യക്ഷനായിരുന്നു. അതുപോലെ സംസ്കൃതം ശ്ലോകങ്ങളുടെ ഗാംഭീര്യം ഉള്ള ശ്ലോകങ്ങളാണ് വില്വമംഗലത്തിൻ്റേത്. മറ്റേത് ഭാഷയാണെങ്കിലും അതിനുമുണ്ട് അതിൻ്റേതായ ഗാംഭീര്യവും അതിൻ്റേതായ ലാളിത്യവും ഒക്കെ ഉണ്ട് പൂന്താനത്തിൻ്റെ ശ്ലോകങ്ങൾക്കും. അപ്പോൾ ഇന്ന് നമുക്ക് 23-ാമത്തെ ശ്ലോകം ആദ്യം നമുക്കതിൻ്റെ അർത്ഥമൊന്ന് നോക്കാം. ചെവികളിൽ കൂടി നിറഞ്ഞൊഴുകണ അമൃത് പോലെ
അമൃത് പോലെ ചെവികളിൽ നിറഞ്ഞൊഴുകുന്ന സംഗീതശാസ്ത്ര പ്രസിദ്ധങ്ങളായ ആരോഹണ അവരോഹണങ്ങളോടുകൂടി എല്ലാ ദിക്കുകളെയും മുഴക്കുന്ന പല വിധത്തിലുള്ള നാദത്തോടു കൂടിയ ഓടക്കുഴൽ വിളി കൊണ്ട് എല്ലാ ദിക്കുകളെയും മുഴക്കുന്നവനാണ് കണ്ണൻ. പിന്നെ മധുര സ്വരൂപന്മാരിൽ വെച്ച് ഏറ്റവും മധുരതരമായ രൂപത്തോടു കൂടിയവനും ആണ്. അങ്ങനെയുള്ള ആ ബാലനെ എനിക്ക് എന്നാണ് ഒന്ന് കാണാൻ സാധിക്കുക എന്നാണ് വില്വമംഗലം ചോദിക്കുന്നത്. അങ്ങനെ മനസ്സിലുള്ള ആ രൂപത്തിനെ പ്രത്യക്ഷമായിട്ട് എന്നാണൊന്ന് കാണാൻ പറ്റുക എന്നാണ് സ്വാമിയാരുടെ ആ ഒരു മനസ്സിലെ ആഗ്രഹം അതിനെ പുറത്തേക്ക് വരികയാണ്. ആ ശ്ലോകം നോക്കാം. സാർത്ഥം സമൃദ്ധൈരമൃതായമാനൈരാത്മായമാനൈർമുരളീനിനാദൈ മൂർധാഭിഷിക്തം മധുരാകൃതീനാം ബാലം കഥാ നാമവിലോകയിഷ്യേ. അതിൻ്റെ തർജ്ജമയാണ്: പീയൂഷതുല്യം മധുരാർദ്രമായിട്ടൂതുന്നൊരാ വേണുനിനാദധാര മാധുര്യ സൗന്ദര്യമണിഞ്ഞു നിൽക്കും ബാലസ്വരൂപത്തിനെന്നു കാണും. അടുത്ത ശ്ലോകത്തിലും ഇതുപോലെ ഭഗവാന്റെ അലങ്കാരങ്ങളെ വർണ്ണിക്കുക, ഭഗവാന്റെ മുഖം വർണ്ണിക്കുക, ഭഗവാന്റെ പുഞ്ചിരി വർണ്ണിക്കുക, കണ്ണിൻ്റെ ആ വീക്ഷണം, കടക്കണ്ണ് കൊണ്ടുള്ള ആ നോട്ടത്തെ, അങ്ങനെ ഓരോ അംഗങ്ങളെയും ഓരോ ആ അംഗങ്ങളുടെ പ്രത്യേകതകളെയും ആണ് വില്വമംഗലം വർണ്ണിക്കുന്നത്. അടുത്ത ശ്ലോകം വായിക്കാം. ശിശിരീകുരുതേ കദാനുന ശിഖിപിഞ്ചാഭരണശിശുർദൃശോ യുഗളം വിഗളൻ സ്മിതമുദ്രാമൃദുനാ മുഖേന്ദുനാ. ശിരസിൽ അലങ്കാരമായി മയിൽപ്പീലി ചൂടിയവനെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അലങ്കാരമായി അല്ലെങ്കിൽ മയിൽപ്പീലി കൊണ്ട് ശിരസിനെ അലങ്കരിച്ച കാർവർണ്ണനായ കണ്ണൻ എങ്ങനെയാണ് പുഞ്ചിരിക്കുന്നത്? ഒഴുകി വരുന്ന തേനിൻ്റെ ഉറവ പോലെ മധുരമുള്ള പുഞ്ചിരി പൊഴിക്കുന്ന മുഖചന്ദ്രനെ കൊണ്ട് എന്നാണ് ഞങ്ങളുടെ കണ്ണിനെ കുളിർപ്പിക്കുന്നത്. അല്ലെങ്കിൽ എന്നാണ് ആ കണ്ണനെ കണ്ട് ഞങ്ങളുടെ കണ്ണുകൾ, അല്ലെങ്കിൽ കാണുമ്പം മനസ്സ്, കണ്ണിനേക്കാളും കുളിർക്കുന്നത് മനസ്സാണ് അല്ലേ? മനസ്സിലാണ് ആദ്യം ആഗ്രഹം വരുന്നത്. ആ കാണുമ്പോൾ കുളിർക്കുന്നത്, കണ്ണിനേക്കാളും കുളിർക്കുന്നത് മനസ്സാണ്. മനസ്സ് കുളിർക്കുമ്പോഴാണ് നമ്മൾ കണ്ണ് കുളിർത്തു എന്ന് പറയുന്നത് അല്ലേ? അങ്ങനെ ഉള്ള ആ കാർവർണ്ണനായ കണ്ണനെ കണ്ട് നമ്മുടെ കണ്ണ് എന്നാണ് കുളിർക്കുക എന്നാണ് ഈ ശ്ലോകത്തിൽ ചോദിക്കുന്നത്. അതിൻ്റെ തർജ്ജമ: നിറവാം ശിഖിപീലിഭൂഷയും മധുരത്തേൻ മൃദുഹാസശോഭയും തെളിയും മുഖചന്ദ്രകാന്തിയേ അതിമോദം ഹൃദി കാൺമതെന്നു ഞാൻ. ഇത് ആദ്യത്തെ ശ്ലോകം ഇന്ദ്രവജ്രയാണ്, രണ്ടാമത്തേത് വിയോഗിനിയാണ്. അടുത്ത ശ്ലോകം കൂടി നോക്കാം നമുക്ക്. കാരുണ്യകർപ്പുരകടാക്ഷനിരീക്ഷണേന താരുണ്യസംവലിതശൈശവവൈഭവേന ആപുഷ്ണതാഭുവനമത്ഭുതവിഭ്രമേണ ശ്രീകൃഷ്ണചന്ദ്ര ശിശിരീഗുരുലോചനം മേ. കാരുണ്യകർപ്പൂരം, കർപ്പൂരം എന്ന് പറഞ്ഞാൽ പല പല നിറങ്ങൾ കൂടിയിട്ടുള്ള ഒരു നിറമാവുക. അതങ്ങനെ കാരുണ്യകർപ്പൂരം, കാരുണ്യം കൊണ്ട് പല നിറങ്ങൾ, അത് ഭാവനയിൽ കാണുക. കാരുണ്യം കൊണ്ട് പല വർണ്ണങ്ങളോട് കൂടിയ ഒരു വർണ്ണവിശേഷം,
ശോഭിക്കുന്ന മുഖം. പിന്നെ ശൈശവം കഴിഞ്ഞിട്ടുമില്ല, യൗവനമൊട്ട് തുടങ്ങിയിട്ടുമില്ല. ഈ യൗവനം തുടങ്ങണത് 16 മുതൽ 70 വയസ്സ് വരെ അത്രേ. 16 മുതൽ യൗവനം തുടങ്ങും എന്നാണ് പറയണേ. 70 വയസ്സ് വരെ യൗവനാണത്രേ. സാധാരണ നമ്മൾ 60 ആയാൽ സീനിയർ സിറ്റിസണായി എന്നൊക്കെയാണ് പറയുക. ഇപ്പോൾ ഒരാളുടെ ഇതിൽ കണ്ടു 70 വയസ്സ് വരെ യൗവനാണെന്ന്. അപ്പോൾ 16 മുതൽ 70 വയസ്സ് വരെ യൗവനാണെന്ന്. അപ്പോൾ ഈ കൃഷ്ണനിപ്പോൾ ശൈശവം കഴിഞ്ഞിട്ടുമില്ല, യൗവനമൊട്ട് തുടങ്ങിയിട്ടുമില്ല. അങ്ങനെയുള്ള പ്രായം. ആ സമയത്തെ ലീലാവിലാസങ്ങളെ കൊണ്ട് ത്രിഭുവനങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നതും ത്രിഭുവനങ്ങളെ മുഴുവൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കടാക്ഷവീക്ഷണങ്ങളാൽ എൻ്റെ കണ്ണുകളെ ഭഗവാനെ ആനന്ദിപ്പിക്കണമേ എന്നാണ് ഈ ശ്ലോകത്തിൽ പ്രാർത്ഥിക്കുന്നത്. അതിൻ്റെ തർജ്ജമ നോക്കാം. കാരുണ്യമാർന്ന നയനാഭയൊടൊത്ത നോട്ടം താരുണ്യവൈഭവമുയർത്തി ജഗത്തിലാകെ സമ്പുഷ്ടി ചേർത്തു രസരമ്യത നൽകി നിൽക്കും ശ്രീകൃഷ്ണചന്ദ്ര കുളിരേകിടുകൻ്റെ കണ്ണിൽ. ഈ ശ്ലോകം വസന്തതിലകം വൃത്തത്തിലാണ്. അടുത്ത ശ്ലോകങ്ങളുമായി അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.